ജീവനക്കാരും കുടുംബവും അടങ്ങുന്ന 13-അംഗ സംഘം യാത്ര പുറപ്പെട്ടു. പെരിന്തൽമണ്ണയിൽ നിന്ന് വാടകയ്ക്കെടുത്ത ടെമ്പോ ട്രാവലറിലാണ് യാത്ര. ലക്ഷ്യം 200 കിലോമീറ്റർ അകലെയുള്ള കോയമ്പത്തൂർ ജില്ലയിലെ അതിസുന്ദരമായ വാൽപ്പാറ. അധ്യാപകരും സ്കൂൾ ഡ്രൈവറും ട്രാവൽ ഡ്രൈവറും അടങ്ങുന്ന സംഘം യാത്ര തുടർന്നു. പട്ടാമ്പി, തൃശൂർ, ചാലക്കുടി വഴി വാഹനം മുന്നോട്ട് നീങ്ങി. രാവിലെ 8 മണിയോടെ സംഘം ഏഴാറ്റുമുഖവും പിന്നിട്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപം. മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചയും ആസ്വദിച്ച സംഘം അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും എടുത്ത ശേഷം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്തു. 10 മണിയോടെ വാഴച്ചാൽ പിന്നിട്ട് യാത്ര. കാട്ടിലൂടെ വാഹനം മുന്നോട്ട്. കാടിന്റെ വന്യതയും നിശബ്ദതയും ആസ്വദിച്ച് യാത്ര ഉച്ചയോടെ കേരളത്തിലെ അവസാന ഗ്രാമമായ മലക്കപ്പാറയിൽ. ഉച്ചഭക്ഷണത്തിന് ശേഷം യാത്ര വീണ്ടും ആരംഭിച്ചു. അടുത്ത ലക്ഷ്യം തമിഴ്നാട്ടിലെ വാൽപ്പാറ. വാൽപ്പാറയുടെ മനോഹാരിത ആസ്വദിച്ച് പൊള്ളാച്ചി, പാലക്കാട് വഴി തിരികെ പാങ്ങിലെത്തുകയായിരുന്നു ലക്ഷ്യം. വാൽപ്പാറയിലെ തേയിലത്തോട്ടങ്ങളും തടാകവും കണ്ട് വാഹനം വീണ്ടും മുന്നോട്ട്. വൈകിട്ട് 4 മണിയോടെ വാഹനം വാൽപ്പാറ പൊള്ളാച്ചി റോഡിലേക്ക് പ്രവേശിച്ചു. 40 ഹെയർപിൻ വളവുകൾ അടങ്ങിയ അതീവ അപകടം പിടിച്ച വഴിയാണ് ഇനി മുന്നിൽ. ഡ്രൈവർ ഫായിസ് ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചുകൊണ്ടിരുന്നു. മുന്നിൽ കൊടും വളവുകൾ കയറി വരുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകൾ കാണാം. സാവധാനം ബ്രേക്ക് പിടിച്ച് വാഹനം മുന്നോട്ട്. ഹെയർപിൻ വളവുകൾ പിന്നിട്ട് വാഹനം പൊള്ളാച്ചി ലക്ഷ്യമാക്കി നീങ്ങി. വൈകിട്ട് 5:15 13-ാം ഹെയർപിൻ വളവിൽ വെച്ച് വാഹനത്തിന് നിയന്ത്രണം വിട്ടുവെന്ന് ഡ്രൈവർ ഫായിസ് മനസ്സിലാക്കി. പെട്ടെന്ന് വാഹനത്തിൽ നിന്ന് കൂട്ടനിലവിളി. 13-ാം ഹെയർപിൻ വളവിലെ സുരക്ഷാ ഭിത്തിയിൽ ഇടിച്ച ശേഷം 800 അടി താഴ്ചയിലേക്ക് വാഹനം നടന്നു. വന്നു വീണത് 9-ാം ഹെയർപിൻ വളവിൽ. വീഴ്ചയിൽ വാഹനം തകർന്ന് തരിപ്പണമായി. ജീവനായി അവർ നിലവിളിച്ചു. വഴിയിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാർ ഓടിയെത്തി. പലരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പിന്നാലെ വനംവകുപ്പും ഫയർഫോഴ്സ് സംഘവും വാൽപ്പാറയിൽ നിന്ന് ദുരന്ത സ്ഥലത്തേക്ക് കുതിച്ചു. അപ്പോഴേക്കും ദുരന്തം ആ സംഘത്തിന്റെ സന്തോഷം കവർന്നിരുന്നു.